ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ വിഷ്ണുവേട്ടൻ വെറുക്കും അമ്മ. വിഷ്ണുവേട്ടൻ ഇനി അകന്നു പോവോ? പഴയ പോലെ സ്നേഹം ഇനി ഉണ്ടാവില്ലേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലമ്മ. എന്റെ മോളെ, നിന്നെ വിഷ്ണു വെറുക്കാനോ? നീ ഈ കാണിച്ച അബദ്ധത്തിന്റെ പേരിൽ ഒരു ദിവസവും അതിനടുത്ത ദിവസവും ഒന്നും മിണ്ടാതെ നടക്കും. അതിന്റെ അപ്പുറത്തേക്ക് നിന്നിൽ നിന്ന് ഓടി ഒളിക്കാനൊന്നും നിന്റെ വിഷ്ണുവിനാവില്ല. മറ്റു മരുമക്കളെ പോലെ അല്ല വിഷ്ണു. അവന് നീ ഇല്ലെങ്കിൽ ഈ ജീവിതം ഇല്ല. മോക്കറിയോ, നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഞാനൊരല്പം അഹങ്കരിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഇത്രയും സ്വരമയോടെ ജീവിക്കുന്ന നിങ്ങൾക്കിടയിൽ ഒരകൽച്ചയും വരല്ലേന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. എന്റെ മറ്റു രണ്ട് പെൺമക്കളും കോടതിയിൽ പോവാൻ തയ്യാറായി നിൽക്കുമ്പോ നിന്റെ കാര്യത്തിൽ മാത്ര ഞാൻ ഒരല്പം ആശ്വാസം കണ്ടെത്തിയിരുന്നത്. പക്ഷെ അതും ഇപ്പൊ ഇങ്ങനെയായി. ഇത് വിധിയ. ശാരദയുടെ മക്കൾക്ക് ഈശ്വരന്റെ ക്രൂരമായ താക്കീത്. ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം മക്കളെ. എനിക്ക് നിങ്ങൾ 3 പേരോടും പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ 3 പേരും ഒന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങളുടെ അമ്മയുടെ ജീവിതത്തിലേക്ക്. അമ്മ നിങ്ങൾ 3 പേരെയും ഭർത്താവിന്റെ സഹായം ഇല്ലാതെ വളർത്തി കൊണ്ടുവന്നതിന്റെ പിന്നിൽ എന്റെ മനോധൈര്യവും മാനസിക ബലവും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും എന്റെ ഈ 3 മക്കൾക്കും ഇല്ല. ഞാൻ നിങ്ങൾ എന്നെ പോലെ ആവണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം കൂടി വേണ്ടേ? നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭർത്താക്കന്മാരെ വഴക്കിട്ട് മാറ്റി നിർത്തുക അല്ല വേണ്ടത്. അവരെ നിങ്ങളിലേക്ക് ചേർത്ത് നിർത്തുകയാ വേണ്ടത്. ഹൃദയത്തിലേക്ക് ചേർത്ത് കൂടെ കൂട്ടണം. അതിന് അവരുടെ ഇഷ്ടം സ്വന്തമാക്കണം. അവരുടെ മനസ്സറിഞ്ഞ് അവർക്കൊപ്പം അവരുടെ ചിന്തകളും സ്വപ്നങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. എങ്കിൽ അവർ നിങ്ങളുടെ പിന്നാലെ വരണം. ഇല്ലെങ്കിൽ ശാരദ നീന്തിക്കേറിയ നീർച്ചാലുകളിൽ പെട്ട് നിങ്ങളും കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ അനുഭവിച്ച ദുരന്തങ്ങളിൽ മനസ്സ് തകർന്ന് ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചെന്ന് വരും. മോളെ, തട്ടിത്തെറിപ്പിക്കാനൊക്കെ എളുപ്പമാ. തട്ടിത്തെറിപ്പിച്ചത് തിരിച്ചു പിടിക്കാൻ വലിയ പ്രയാസമാ. വിഷ്ണു നല്ലവനാ, നിന്നെ മാത്രം സ്നേഹിക്കുന്നവൻ. അവനെ നീ ഒരിക്കലും അവിശ്വസിക്കരുത്. അത് നീ നിന്നോട് തന്നെ ചെയ്യുന്ന ക്രൂരതയായിരിക്കും.